ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS. അപ്പോൾ നമ്മൾ USSൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ദഹനവും ശ്വസനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ദഹനവും ശ്വസനവുമായി ബന്ധപ്പെട്ട 5ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഇത് USSന് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ പല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിന് ഏറ്റവും ശരിയായ കാരണം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് എന്ത് ചെയ്യാം, പല്ലിൻ്റെ ഈ ഒരു ഇനാമൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഈ തരത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഇനാമൽ പോകുന്നതിന് കാരണം എന്താണ്? ഇനാമൽ പോകുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്ത് ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളുടെ പേരാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ആ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ എയറിലൂടെയൊക്കെ വരുന്ന ഒരാളാണ്. ബട്ട് അത് അത്രത്തോളം എന്തല്ല അപകടകാരിയല്ല. നമ്മൾ കൃത്യമായിട്ട് അതിനെ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ വായയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൗത്തിനെ നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം അത് ഡിഫിക്കൽട്ടീനെസ്സോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട്സിനോ ഒന്നും നമുക്ക് വരുത്തുന്ന ഒരാളല്ല, അല്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഒന്നും വരുത്തുന്ന ഒരാളല്ല. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതിനെന്തോ ഒരു കാരണം ഉണ്ടാവണം. അപ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യും, നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് റിമനൻസ് നമ്മുടെ മൗത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്തു, അത് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരാളാക്കി മാറ്റും. ആ ലാക്റ്റിക് ആസിഡ് നമ്മളെ പല്ലിൻ്റെ ഇനാമിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം ഓക്സലേറ്റ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ്. അപ്പോൾ ആസിഡുമായിട്ട് കാൽഷ്യം ഓക്സലേറ്റും അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല്ലിൻ്റെ ഇനാമലിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ഇനാമലിൽ കാൽഷ്യം സൾഫേറ്റ് ഉണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലേക്കുള്ള ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഇനാമൽ വരുത്തുന്നത് ആരാണ്? ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്ടീരിയ ഗ്രോ ഇൻ ബിറ്റ്വീൻ ടീത്ത്. അതുകൊണ്ടാണ് പല്ലിനിടയിൽ ബാക്ടീരിയകൾ വളർന്നുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കാരണമാണ്. ഓക്കെ, ഒരു തരത്തിൽ പറയാൻ കാരണമാണ്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി എന്തെങ്കിലും വായിച്ചു നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ബൈ ദ ബാക്ടീരിയ ദാറ്റ് ഡാമേജസ് ടീത്ത്. ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് പല്ലിനെ കേടുവരുത്തുന്നു എന്നാണ് പറയുന്നത്. അതെന്താണ്, ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. നമ്മൾ പറഞ്ഞു ബാക്ടീരിയ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡാണ്. ബിക്കോസ് ബാക്ടീരിയ ഈറ്റ് ഇനാമിൽ ഇൻ ദ ടീത്ത്, അതായത് ടീത്തിലുള്ള ഇനാമലിനെ, സൂക്ഷ്മാണുക്കൾ പല്ലിൻ്റെ ഇനാമലിനെ ഭക്ഷിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അതും റോങ് ആണ്. പല്ലിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ പല്ലിൻ്റെ ഇനാമലിനെ സൂക്ഷ്മജീവികൾ ഭക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്, റോങ് ആണ്. ഇനി ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് വെൻ ദ ബാക്ടീരിയ ഫീഡ് ഓൺ ദ ഫുഡ് പാർട്ടിക്കിൾസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദ ടീത്ത്, അതായത് പല്ലിനിടയിലുള്ള ഭക്ഷണകലത്തിൽ അല്ലെങ്കിൽ ഭക്ഷണ ശകലത്തിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ചിട്ടാണ് ഇനാമലിനെ ഡീക്കേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനാമലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ പല്ലിനെ കേടുവരുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണെന്ത് കുറച്ചുകൂടി നന്നായിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ എ എന്താണ്, റൈറ്റ് ആണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പറയുന്ന ആൻസർ എന്തുണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് റൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ ഏതാണോ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അതായിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഈ കാര്യം എന്തെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക് ത്രൂ ഈസോഫാഗസ്? അന്നനാളത്തിലൂടെ ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തുന്നതിന് കാരണം എന്താണ്? അപ്പം ആമാശയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അന്നനാളത്തിലൂടെയാണ് ഫുഡ് പോവുക. അപ്പോൾ ഫുഡ് പോകുന്ന സമയത്ത് ആമാശയത്തിന് ചുറ്റും എന്താണുള്ളത്? ചുറ്റുമുള്ളത് നമ്മളുടെ ഈ മസിൽസ് ആണ് അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മസിൽസ് ആണ്. എന്ത്, പേശികളാണുള്ളത്. പേശികൾ എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കും. അതായത് കൃത്യമായിട്ടുള്ള അവരുടെ കോൺട്രാക്ഷനും റിലാക്സേഷനും കാരണം ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഫുഡിൻ്റെ മൂവ്മെൻറ്റ് അതിലൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള കോൺട്രാക്ഷനും കൃത്യമായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ എന്ത് ചെയ്യും, ഈസോഫാഗസിൽ വെച്ച് നടക്കും. കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഫുഡ് ഇതിലൂടെ എത്തി നേരെ ആമാശയത്തിലേക്ക് എത്തും.
അതാണ് അന്നനാളത്തിലൂടെ അല്ലെങ്കിൽ ഈസോഫാഗസിലൂടെ ഫുഡ് പോകുന്ന അല്ലെങ്കിൽ ഫുഡ് ഈ വേവ് ലൈക്കായിട്ട്, അതായത് ഒഴുകി പോകുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പെരിസ്റ്റാൾസിസ്, അല്ലെങ്കിൽ ആ നമ്മുടെ ഈ ഒരു പേശികലയുടെ ഈ ഒരു ഒഴുക്കിലുള്ള ഈ ഒരു ചലനത്തിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുക. പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫുഡ് ആമാശയത്തിലേക്ക് അന്നനാളത്തിലൂടെ അല്ലെങ്കിൽ ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്താ ഈ ഒരു ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വെള്ളം കുടിക്കുന്നതുകൊണ്ടാണോ? വെള്ളം കുടിക്കുന്നത് ഒരു പാർട്ടാണ്, ബട്ട് വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ആ ഒരു അന്നനാളത്തിൻ്റെ ചലന കാരണമാണ് നമുക്ക് പോകുന്നത്. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് സലൈവയും ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. സലൈവ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡിന് ഉരുളകളാക്കിയിട്ട് അന്നനാളത്തിലൂടെ കടത്തിവിടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സലൈവ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിന് പേസ്റ്റ് രൂപത്തിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുന്നതിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷൻ ആണോ, ഭൂഗുരുത മൂലമാണോ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്? അല്ല, അത് എന്താണ്, പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴിയാണ്. പേശികലകളിലൂടെ അല്ലെങ്കിൽ മസിൽസിലൂടെ പോകുന്ന സമയത്ത് ഈസോഫാഗസിലുള്ള മസിൽസ് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള കോൺട്രാക്ഷനും റിലാക്സേഷനും നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റൊമക്കിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബീയിങ്. മനുഷ്യ ശരീരത്തിലെ ദഹന വ്യവസ്ഥയുടെ ശരീരക്രമം അല്ലെങ്കിൽ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം അറിയാം, നമുക്ക് വായയാണ് അല്ലെങ്കിൽ മൗത്താണ്. മൗത്തിൽ നിന്ന് നേരെ ഈസോഫാഗസിലേക്കാണ് പോവുക. ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളമാണ്. അന്നനാളം കഴിഞ്ഞാൽ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിലേക്കാണ് പോവുക. സ്റ്റൊമക്കിൽ നിന്ന് ചെറുകുടലിലേക്കാണ് പോവുക. ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് പോവാം. വൻകുടലിൽ നിന്ന് രക്തത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മലാശയത്തിലേക്കാണ് പോവുക. മലാശയത്തിൽ നിന്ന് പുറന്തള്ളും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൃത്യമായിട്ടുള്ള പോക്ക് എന്ന് പറയുക, അല്ലെങ്കിൽ ശരീരത്തിലെ ഫുഡിൻ്റെ കൃത്യമായ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ ശരിയായിട്ടുള്ള ക്രമം എന്ന് പറയുന്നത് അതാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, ആദ്യം വരുന്നത് മൗത്താണ്, ദെൻ ഈസോഫാഗസ്, ദെൻ സ്റ്റൊമക്, ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം അല്ലെങ്കിൽ വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണെന്ത് ശരിയായിട്ടുള്ള ക്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണെന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൗത്തിൻ്റെ അവിടെ ഗ്രന്ഥികളുണ്ട്, സലൈവറി ഗ്രന്ഥികളുണ്ട്, അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഉമിനീർ ഗ്രന്ഥികൾ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് വായു കഴിഞ്ഞാൽ നേരെ ഈസോഫാഗസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ അന്നനാളാണ്. അന്നനാളം കഴിഞ്ഞിട്ട് നമുക്ക് എവിടേക്കാണ് എത്തുന്നത്, ആമാശയത്തിലേക്കാണ് എത്തുന്നത്. ആമാശയത്തിന് തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ലിവറും അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറും അല്ലെങ്കിൽ നമ്മുടെ കരളും അതുപോലെ തന്നെ പിത്താശയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൊമക്കിൽ നിന്ന് നേരെ ചെറുകുടലിലേക്കാണ് പോകുന്നത്. ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക്, ദെൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് റെക്ടം അല്ലെങ്കിൽ മലാശയം എന്ന് വിളിക്കുന്നത്. ഒടുവിൽ നമ്മുടെ ഫുഡ് ഒരുപാട് അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് ഫുഡ് ഒരുപാടാവുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ആനസ് അല്ലെങ്കിൽ മലദ്വാരം വഴി എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫുഡിൻ്റെ ട്രാവലിംഗ് എന്ന് പറയുന്നത്. സോ ഈ കാര്യം എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടയാലിൻ എന്ന് പറയുന്നത് എന്താണ്? ടയാലിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് കേട്ടോ. ഇറ്റ്സ് എ കെമിക്കൽ, ഒരു കെമിക്കലാണ്, ഒരു രാസവസ്തുവാണ്. ആ രാസവസ്തുവിനെ നമ്മൾ എൻസൈം എന്നാണ് വിളിക്കുന്നത്. ട്യാലിൻ്റെ വേറൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ട്യാലിൻ്റെ വേറൊരു പേരാണ് സലൈവറി അമിലേസ് എന്നാണ്. സലൈവറി അമിലേസ് എന്നാണ് ട്യാലിൻ്റെ മറ്റൊരു പേര് കേട്ടോ. ട്യാലിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് സലൈവറി അമിലേസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സലൈവറി അമിലേസ് അല്ലെങ്കിൽ ട്യാലിൻ എന്ന് പറയുന്നത്. സോ ടൈലിൻ അല്ലെങ്കിൽ മലയാളത്തിൽ ടൈലിൻ എന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ട്യാലിൻ എന്നാണ് വിളിക്കുക. സോ ട്യാലിൻ, പി സൈലൻ്റ് ആയിരിക്കും. ട്യാലിൻ എന്ന് വിളിക്കുന്ന ഈ ഒരു സലൈവറി അമിലൈസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫുഡിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാവും അല്ലേ, അവരെ ദഹിപ്പിക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്, സലൈവറി അമിലൈസ് ചെയ്യുന്നത്. അത് ഉമിനീർ ഗ്രന്ഥി അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണെന്ന് മനസ്സിലാക്കുക. എൻസൈം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോസസ്സിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഈസി ആക്കാൻ, അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം എന്ത് നിങ്ങൾ മനസ്സിലാക്കുക. എൻസൈം കണ്ടെയ്ൻ ഇൻ സലൈവ, ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നിയാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഇനി എൻസൈം ദാറ്റ് സെക്രീറ്റഡ് ബൈ പാങ്ക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നിയാണ്. ആഗ്നേയ ഗ്രന്ഥി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അത് ഹോർമോണുകളെയും അതുപോലെ തന്നെ എൻസൈമുകളെയും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിലുള്ളൊരു ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാങ്ക്രിയാസ് എന്ന് പറയുന്നത്. പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് സലൈവറി അമിലേസ് അല്ല,
ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സലൈവറി അമിലേസ് അല്ലെങ്കിൽ ടാലിൻ കാണുന്നത് നമുക്ക് എവിടെയാണ്? നമുക്ക് സലൈവറി ഗ്ലാൻഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് ജ്യൂസ് ഇൻ ലിവർ, കരളിൻ്റെ ദഹനരസം എന്താണ്? ബൈൽ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റഡ് ബൈ സ്റ്റൊമക്, ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം, അതിൻ്റെ പേര് പെപ്സിൻ എന്നാണ് കേട്ടോ. പെപ്സിൻ എന്നാണ് ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു എൻസൈമിൻ്റെ പേര് എന്ന് പറയുന്നത് പെപ്സിനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ സലൈവറി അമിലേസിൻ്റെ മറ്റൊരു പേര് കൂടിയാണ് ടാലിൻ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ആസിഡ് ഹെൽപ്പ് ടു ഡൈജഷൻ, ദഹന പ്രക്രിയക്ക് സഹായിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് ആസിഡ് ആയിരിക്കും? നമ്മൾ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡ് ആയിരിക്കും അല്ലേ. സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ ദഹന പ്രക്രിയക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ദഹന പ്രക്രിയക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും? ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡിലുള്ള പ്രോട്ടീനുകളെ ഡൈജസ്റ്റ് ചെയ്യുന്ന പെപ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെപ്സിനെ കറക്റ്റായിട്ട് വർക്കിങ്ങിന് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ധർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടി അതിനെ സഹായിക്കുന്ന ആസിഡാണ് എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഫുഡിലുള്ള സൂക്ഷ്മജീവികളുണ്ടാവും, മൈക്രോബ്സ് ഉണ്ടാവും, അവരെ കില്ല് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ ദഹനത്തിന് കൃത്യമായിട്ടുള്ള സഹകരണങ്ങളൊക്കെ കൊടുക്കുന്നതാരാണ്? ദഹന പ്രക്രിയക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണെന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂട്രീഷണൽ പ്രോസസ്സ്, അതായത് പോഷണ പ്രക്രിയയിലെ ഘടകങ്ങളിൽ ഉൾപ്പെടുത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ആഗിരണം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാംശീകരണം കൊടുത്തിട്ടുണ്ട്, അസിമിലേഷൻ കൊടുത്തിട്ടുണ്ട്, ദഹനം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൈജഷൻ, റെസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്വസനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോഷണ പ്രക്രിയയിലെ ഓരോ ഘട്ടങ്ങൾ 5 ഘട്ടങ്ങളാണ് പോഷണ പ്രക്രിയയിൽ അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രോസസ്സുകളിലുള്ളത്. സോ ആ 5 പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻജഷൻ, അല്ലെങ്കിൽ ആഹാരം സ്വീകരിക്കലാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം ഭക്ഷണത്തിലുള്ള ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ കണികകളാക്കി മാറ്റും. അതിനാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് വിളിക്കുന്നത്. ഇനി അതിനെ ഡൈജസ്റ്റ് ചെയ്താൽ മാത്രം മതിയോ? നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. അതും രക്തത്തിലേക്ക് എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. ഇപ്പോൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനാണ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അത് മാത്രം നടന്നാൽ മതിയോ? നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? എനർജി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കണം? നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കണം. അപ്പം അതിനെയാണ് അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം. ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം മതിയോ? നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടത്താനുണ്ട്. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി, എല്ലാത്തിനും എനിക്ക് എന്ത് വേണം? എനർജി വേണം അല്ലേ. എൻ്റെ ശരീരത്തിൽ ഒരു ഊർജ്ജം വേണം. ആ ഊർജ്ജം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശരീരം നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡിൽ നിന്ന് എന്ത് ചെയ്യണം? സ്വാംശീകരണം നടത്തണം, അല്ലെങ്കിൽ അസിമിലേഷൻ നടത്തണം, യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇനി ഏറ്റവും അവസാനത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇജഷൻ എന്ന് വിളിക്കും കേട്ടോ. ഇജഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, മലവിസർജനം അല്ലെങ്കിൽ ഇജഷൻ എന്നാണ് പ്രോപ്പറായിട്ട് വിളിക്കുക. ബട്ട് ഇവിടെ കൊടുത്തുള്ളത് എക്സ്ക്രീഷൻ എന്നാണ്. രണ്ടും നമുക്ക് വിളിക്കാൻ പറ്റും. ബട്ട് ഇജഷൻ ആണ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എക്സ്ക്രീഷൻ, ഈ പ്രോസസ്സുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ദഹന പ്രക്രിയ അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളായിട്ട് വരുന്നത്. ഇവിടെ എവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തിന്? നമ്മൾ ശ്വസനത്തെക്കുറിച്ച്. അപ്പോൾ ശ്വസനമായിരിക്കും ഈ ഒരു ന്യൂട്രീഷൻ പ്രോസസ്സിന് നമുക്ക് വരാത്തത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നു, എയർ പുറത്തേക്ക് അല്ലേ. അതായത് നമ്മൾ ഉച്ഛ്വാസവും നിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അല്ലേ, നമ്മളുടെ ഊർജ്ജ ഉൽപ്പാദനമൊക്കെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണ പ്രക്രിയയിലെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. അത് മാത്രമാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ എന്ന് മനസ്സിലാക്കുക. ഇനി വിച്ച് ആർ ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എക്സ്ക്രീറ്ററി ഓർഗൻസ്, അതായത് നമ്മൾ വിസർജനാവയവങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട്. സ്കിന്നുണ്ട്, കിഡ്നി ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ലങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ത്വക്ക്, വൃക്കകൾ, ആമാശയം, ശ്വാസകോശം. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ വിസർജനത്തിന് അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമില്ലാത്ത അവശിഷ്ടങ്ങളെ നമുക്ക് കളയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് വിസർജന അവയവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വിസർജന അവയവങ്ങളാണ് ഇതെല്ലാം. അപ്പം എന്തിനാണ് വിസർജനം നടത്തുന്നത്? ഇത് നമ്മളെ ബ്ലഡിൽ കാണുന്ന യൂറിയ എന്ന് പറയുന്ന ഒരാളെ വിസർജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഡ്നി അല്ലെങ്കിൽ വൃക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് യൂറിനായിട്ടാണ്, മൂത്രമായിട്ടാണ് കളയുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വിസർജന വസ്തു അല്ലെങ്കിൽ വിസർജിക്കുന്ന ആ
ഗ്യാസിനെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വിസർജിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ലങ്സ് അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസകോശം എന്ന് പറയുന്നത്. ഇനി നമ്മളെ ലിവർ എന്തിനാണ് സഹായിക്കുന്നത്? ലിവർ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് പോയ്സണസ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ വിസർജിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ടോക്സിൻസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലിവർ ആണെങ്കിൽ കരളാണ്. അപ്പം അതും എന്താണ്? ഒരു വിസർജന അവയവമാണ്. അതുപോലെ തന്നെ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? യൂറിയ ഉൽപ്പാദനം നടക്കുന്നതൊക്കെ എവിടെയാണ്? ലിവറിൽ വെച്ചിട്ടാണ്. ബട്ട് യൂറിയനെ ശുദ്ധീകരിച്ച് പുറന്തള്ളുന്നത് ആരാണ്? കിഡ്നിയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്കിന്ന് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരുപാട് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഉണ്ടാവും അല്ലെ, ലൈക്ക് ഉപ്പുകൾ ഉണ്ടാവും, ഒരുപാട് സോൾട്ടുകൾ ഉണ്ടാവും, ലവണങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് ചൂടുള്ള സമയത്ത് നമ്മുടെ ബോഡീനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ശരീര താപനില കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സ്കിന്നിലൂടെ എന്ത് പോകുന്നുണ്ട്? വാട്ടർ, എക്സസ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ആവുന്നുണ്ട്. സോ ഇതും എന്താണ്? ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ് അല്ലെങ്കിൽ വിസർജന അവയവമാണ്. വിയർപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സ്കിന്ന് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങൾ എന്താണ്? നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. സോ സ്കിന്ന് ഒരു വിസർജന അവയവമാണ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗനാണ്. അതുപോലെ തന്നെ കിഡ്നിയും വൃക്കകളും എന്താണ്? ആണ്. സ്റ്റൊമക്ക് ആണോ? സ്റ്റൊമക്ക് നമ്മളുടെ ദഹന പ്രക്രിയ നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ, അല്ലെങ്കിൽ ആമാശയം എന്ന് പറയുന്നത് ദഹന പ്രക്രിയ നടക്കുന്ന സ്ഥലമാണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തേക്കാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നുള്ളത് ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഘടകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക, അല്ലെങ്കിൽ ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കോമ്പണൻസ് ഇൻ എക്സെയിൽഡ് എയർ ആൻഡ് ഇൻഹെയിൽഡ് എയർ. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഹലേഷൻ, അതായത് ഉച്ഛ്വാസ സമയത്ത് എടുക്കുന്ന എയറിലുള്ള കോമ്പണൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നിശ്വാസ സമയത്ത് അല്ലെങ്കിൽ എക്സലേഷൻ സമയത്ത് നമ്മൾ പുറന്തള്ളുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്ന് നമ്മൾ അറിയണം. സോ പേഴ്സൻറ്റേജ് നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ നമ്മൾ ഉച്ഛ്വാസവായുവിൽ അല്ലെങ്കിൽ ഇൻഹെയിൽഡ് എയറിൽ ഓക്സിജൻ കാണുന്നത് 21%, കാരണം അന്തരീക്ഷത്തിൽ 21% ഉള്ളത്. അപ്പോൾ നമ്മൾ ഉച്ഛ്വാസ സമയത്ത് അല്ലെങ്കിൽ ഇൻഹേലേഷൻ സമയത്ത് നമ്മൾ റെസ്പയർ ചെയ്യുന്നത് ഏതായിരിക്കും? 21% ആയിരിക്കും. പക്ഷേ നമ്മളെ ബോഡി എന്ത് ചെയ്യും? ഓക്സിജനെ കുറച്ച് യൂസ് ചെയ്യും. എന്നിട്ട് 15 അല്ല, ഒരു 16%, 16% അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 16.4% ഓക്സിജൻ എന്ത് ചെയ്യും? പുറന്തള്ളും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 15 എന്നായിരിക്കും കാണാൻ പറ്റുക. എന്നാലും നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. 16.4 അല്ലെങ്കിൽ 16% ആണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഉച്ഛ്വാസവായുവിൽ അല്ലെങ്കിൽ ഇൻഹെയിൽഡ് എയറിൽ കൂടുതൽ ഓക്സിജൻ ആണ്, ഓക്സിജൻ എക്സെയിൽഡ് എയറിൽ എന്താണ്? കുറവാണെന്ന് മനസ്സിലാക്കുക. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് 0.04 ആണ്, അല്ലെങ്കിൽ 0.04% ആണ്. ബട്ട് എക്സെയിൽഡ് എയറിൽ അല്ലെങ്കിൽ നിശ്വാസവായുവിൽ എത്രയാണ്? 4% ആണ് മനസ്സിലാക്കുക. നൈട്രജൻ എത്രയാണ്? അല്ലെങ്കിൽ ഇവിടെ 4 ആണ്, ബട്ട് 4.4 ഉണ്ട് കേട്ടോ. 4 ആണ്, ബട്ട് 4.4 ആണ് കൃത്യമായിട്ടുള്ള വാല്യൂ വരാമെന്നും കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതുപോലെ നൈട്രജൻ 78% ആണ് അന്തരീക്ഷത്തിൽ, നമ്മുടെ ബോഡി അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പം പുറന്തള്ളുന്നതും 78% ഇനി മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കണ്ടന്റ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന വാട്ടർ വേപ്പറാണ് ഈ ഒരു, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന വാട്ടർ വേപ്പറിൻ്റെ പെർസെൻറ്റേജ് ആണ് 0.96 എന്ന് പറയുന്നത്. അത്ര പെർസെൻറ്റേജ് ആണ്. ഇനി നമ്മൾ ഈ നിശ്വാസവായുവിൽ നമ്മൾ പുറന്തള്ളുന്നതിൽ എന്തുണ്ടാവും? വാട്ടർ വേപ്പറിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, അത് 3% മാറുന്നുണ്ട്. ഈ കാര്യം എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക. സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ഇൻഹെയിൽഡ് എയർ ഈസ് ലോവർ ദാൻ ദ എക്സെയിൽഡ് എയർ. അതായത് ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഉച്ഛ്വാസവായുവിൽ ഓക്സിജൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാണോ? ആണോ? അല്ല, ഇൻഹെയിൽഡ് എയറിലാണ് കൂടുതൽ വരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. അല്ലെങ്കിൽ ഇൻഹെയിൽഡ് എയറിലാണ് കൂടുതൽ ഉണ്ടാവുക എക്സെയിൽഡ് എയറിനേക്കാളും അല്ലേ. സോ ഇവിടെ തന്നുള്ള ഓപ്ഷൻ എന്താണ്? ഇൻഹെയിൽഡ് എയറിൽ കുറച്ചും എക്സെയിൽഡ് എയറിൽ കൂടുതലും എന്നാണ് പറയുന്നത്. സോ ഇതെന്താണ്? റോങ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ഇൻഹെയിൽഡ് എയർ ഈസ് ഹയർ ദാൻ ദ എക്സെയിൽഡ് എയർ. അതായത് ഉച്ഛ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. ഉച്ഛ്വാസവായുവിൽ എത്രയാണുള്ളത്? അല്ലെങ്കിൽ ഇൻഹെയിൽഡ് എയറിൽ 0.04% ആണ്, ബട്ട് നിശ്വാസവായുവിൽ 4% ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതും എന്താണ്?
റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. ഇൻ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ഇൻഹെയിൽഡ് എയർ ഹയർ ദാൻ ദ എക്സെയിൽഡ് എയർ, അതായത് ഉച്ഛ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. ശരിയാണോ? ഉച്ഛ്വാസവായുവിൽ കൂടുതലല്ലേ? സോ ഇതെന്താണ്? 3 ശരിയാണ്. ഇവിടെ 3 ആണ് കേട്ടോ. 3 എന്താണ്? ശരിയാണ്. ഇൻ ദ എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ ഇൻഹെയിൽഡ് എയർ ഈസ് ലോവർ ദാൻ ഇൻ എക്സെയിൽഡ് എയർ, അതായത് ഉച്ഛ്വാസവായുവിൽ നൈട്രജന്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവാണ്. നൈട്രജന്റെ അളവ് മാറുന്നുണ്ടോ ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും, അല്ലെങ്കിൽ ഇൻഹെയിൽഡ് എയറിലും എക്സെയിൽഡ് എയറിലും മാറുന്നുണ്ടോ? ഇല്ല. സോ ഇതെന്താണ്? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഇവിടെ 4 ആണ് കേട്ടോ. 4 എന്താണ്? റോങ് ആണ്. ഇനി ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ഇൻഹെയിൽഡ് എയർ ഈസ് ലോവർ ദാൻ ഇൻ എക്സെയിൽഡ് എയർ, അതായത് ഉച്ഛ്വാസവായുവിൽ ബാഷ്പത്തിന്റെ ജലബാഷ്പത്തിന്റെ അല്ലെങ്കിൽ മോയ്സ്ചറിന്റെ കണ്ടന്റ് അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവായിരിക്കും എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ഇൻഹെയിൽഡ് എയർ, അതായത് ഉച്ഛ്വാസവായുവിൽ ജലബാഷ്പത്തിന്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ കുറവാണ് എന്നാണ് പറയുന്നത് കേട്ടോ. കുറവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശരിയല്ലേ? ഇത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. കാരണം എന്താണ്? നിശ്വാസവായുവിൽ 3% മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത്, അല്ലെങ്കിൽ ജലബാഷ്പം ഉള്ളത്. ബട്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിലോ 0.96% ആണ് ഇൻഹെയിൽഡ് എയറിൽ, ഉച്ഛ്വാസവായുവിൽ. നിശ്വാസവായുവിൽ 3% ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് 3ഉം 5ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പം ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടത്. അത് 3ഉം 5ഉം മാത്രമാണ്. സോ ഓപ്ഷൻ ബി ആണല്ലേ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. 3ഉം 5ഉം വരുന്ന ഓപ്ഷൻ ഡി ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരാൾ കൂടി വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ 4 കൂടി ഉണ്ട് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ജസ്റ്റ് ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 2 സ്ഥലത്തും 3ഉം 5ഉം ആണ് എന്താ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ടേബിൾ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും. വെൻ വിൽ ഇൻക്രീസ് ദ വോളിയം ഓഫ് thoracic cavity, അതായത് ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടുന്നത് എപ്പോഴാണ്? ഔരസാശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റിയാണ്. ചെസ്റ്റ് ക്യാവിറ്റീൻ്റെ വോളിയം എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? നമ്മൾ ശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ശ്വസനം അല്ലെങ്കിൽ ഉച്ഛ്വാസം ചെയ്യുമ്പോൾ, ഉച്ഛ്വാസം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻഹലേഷൻ നടക്കുമ്പോഴാണ്. അപ്പം ദ ടൈം ഓഫ് ഇൻഹലേഷനിലാണ് നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ചെസ്റ്റ് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യപ്പോഴാണ്? നമ്മളെ ഉച്ഛ്വാസത്തിന് സമയത്താണ്, ഇൻഹലേഷൻ്റെ സമയത്താണ്. അപ്പോൾ നമ്മളെ ഔരസാശയത്തിന് അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റി അല്ലെങ്കിൽ thoracic ക്യാവിറ്റിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യപ്പോഴാണ്? അത് എക്സലേഷൻ്റെ സമയത്താണ്, നിശ്വാസത്തിൻ്റെ സമയത്താണെന്ന് മനസ്സിലാക്കുക. സോ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻസ് സ്ലൈറ്റ്ലി, അതായത് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നൊരു പേശി ഉണ്ട് അല്ലേ, ആ പേശി എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. എപ്പോഴാണ്? ഇൻഹലേഷൻ സമയത്ത് അല്ലെങ്കിൽ ഉച്ഛ്വാസത്തിന് സമയത്ത്. അത് ചുരുങ്ങിയ എന്ത് ചെയ്യും? റിബ് കേജ് എന്ത് ചെയ്യും? ലിഫ്റ്റ് അപ്വേർഡ്സ്, അതായത് നമ്മളുടെ വാരിയെല്ലിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഉയരും. എന്തിനാണ്? ഔരസാശയം അല്ലെങ്കിൽ നമ്മുടെ thoracic ക്യാവിറ്റീൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനാണ്. ഇനി വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പം വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം വികസിക്കും. ശ്വാസകോശം വികസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ഇൻ ടു ദ ലങ്സ്, അതായത് വായു ശ്വാസകോശത്തിലേക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യും? പ്രവേശിക്കും. ഇനി ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ആൻഡ് ദ റിബ് കേജ് മൂവ്സ് ഡൗൺവേർഡ്. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. അതുപോലെ തന്നെ വാരിയെല്ലും കൂടെ എന്ത് ചെയ്യും? താഴും. ഇപ്പോൾ വാരിയെല്ലും കൂടി താഴും. അതുപോലെ തന്നെ ഡയഫ്രം മുകളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഔരസാശയത്തിൻ്റെ എന്താണ്, അല്ലെങ്കിൽ thoracic ക്യാവിറ്റീൻ്റെ വോളിയം ഡിക്രീസ് ആവും, അല്ലെങ്കിൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു, അല്ലെങ്കിൽ ലങ്സ് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പം ലങ്സ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഇവിടെ എയറിന് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എയർ പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്, അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഈ നിശ്വാസം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എക്സലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ കാര്യം എന്ത് ചെയ്യാം? നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു പാർട്ടിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ പാർട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ USSനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക? USS പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും, നമുക്ക് USSന് വേണ്ടി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക്
ഈ ഒരു ഫെബ്രുവരി മാസത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ നമ്മൾ നടക്കുന്ന USSന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പറേഷന് നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ കൂടെ ഉണ്ടായിരിക്കുക. നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, USS ഒക്കെ ക്രാക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.